എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ശ്രീരംഗം ക്ഷേത്രത്തിലെ രാമാനുജാചാര്യരെക്കുറിച്ചാണ്. അതെ, 1000 വർഷങ്ങൾക്കിപ്പുറവും അഴുകാതെ നിൽക്കുന്ന ശരീരം ആരുടേതാണത്? ശ്രീരംഗം ക്ഷേത്രത്തിലെ രാമാനുജാചാര്യരുടേത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വൈഷ്ണവ ക്ഷേത്രമായ ശ്രീരംഗം രംഗനാഥസ്വാമി ക്ഷേത്രത്തിൽ ഇന്നും അത്ഭുതമായി നിലനിൽക്കുന്ന ഒരു ദൃശ്യമാണ് ശ്രീ രാമാനുജാചാര്യരുടെ ശരീരം. ക്രിസ്തുവർഷം 1017 തൊട്ട് 1137 കാലഘട്ടത്തിൽ ജീവിച്ച വിശിഷ്ടാദ്വൈത വേദാന്തത്തിൻ്റെ സ്ഥാപകൻ, ശ്രീ വൈഷ്ണവ സമ്പ്രദായത്തിൻ്റെ ആചാര്യൻ, 108 ദിവ്യദേശങ്ങളുടെ ക്രമീകരകൻ ശ്രീ രാമാനുജാചാര്യർ. ആത്മാവും ബ്രഹ്മനും ഒരുപോലെയല്ല, പക്ഷേ പൂർണ്ണമായി വേറിട്ടതുമല്ല. ഇതാണ് വിശിഷ്ടാദ്വൈതം. വിശദമായി പറഞ്ഞാൽ ആത്മാവും ബ്രഹ്മവും വ്യത്യസ്തമാണ്. ഓരോ ജീവിയിലും ഉള്ളതാണ് ആത്മാവ്, എന്നാൽ പരമമായ സത്യമാണ് ബ്രഹ്മം. ഇവ രണ്ടും ഒന്നല്ല. ആത്മാവിന് സ്വന്തമായ വ്യക്തിത്വമുണ്ട്, എന്നാൽ അവ തമ്മിൽ അകറ്റാനാവാത്ത ബന്ധവുമുണ്ട്. ആത്മാവ് ബ്രഹ്മത്തിൽ ആശ്രിതമാണ്. ശരീരം ആത്മാവ് ബന്ധം പോലെ. ശരീരം വേറെയായാലും ആത്മാവില്ലാതെ നിലനിൽക്കയില്ലല്ലോ. എല്ലാ ആത്മാക്കളും ബ്രഹ്മത്തിൽ ഏകീകരിച്ചിരിക്കുന്നു. അനേകം ആത്മാക്കൾ ഉണ്ട്, പക്ഷേ അവയെല്ലാം ബ്രഹ്മത്തിൽ അടങ്ങിയവയാണ്. ബ്രഹ്മമാണ് എല്ലാറ്റിൻ്റെയും ആധാരം. മോക്ഷത്തിൽ ആത്മാവ് ബ്രഹ്മത്തോടൊപ്പം ഐക്യം നേടുന്നു. ഉപ്പ് കടലിൽ കലക്കിയാൽ ഉപ്പ് നിലനിൽക്കുന്നു, പക്ഷേ കടലിൽ നിന്നും വേർതിരിക്കാൻ കഴിയില്ല. ഇതുപോലെ ആത്മാവ് ബ്രഹ്മത്തോടൊപ്പം ലയിച്ചിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ആത്മാവും ബ്രഹ്മവും വേറെയാണ്, പക്ഷേ വേർപിരിയാത്ത ബന്ധത്തിൽ ആണിവർ. മോക്ഷത്തിൽ ആത്മാവ് ബ്രഹ്മത്തോടൊപ്പം ദൈവിക ഐക്യം അനുഭവിക്കുന്നു. ഇതാണ് ഭക്തിയും ശരണാഗതിയും പ്രധാനമാക്കുന്ന വിശിഷ്ടാദ്വൈത സിദ്ധാന്തം. എന്നാൽ ശങ്കരാചാര്യരുടെ അദ്വൈത സിദ്ധാന്തത്തിൽ ആത്മാവും ബ്രഹ്മവും ഒന്നാണ് എന്നാണ് പറയുന്നത്. മാധവാചാര്യരുടെ ദ്വൈത സിദ്ധാന്തത്തിൽ ആത്മാവും ബ്രഹ്മവും പൂർണ്ണമായി വെവ്വേറെയാണ്. രാമാനുജാചാര്യരുടെ വിശിഷ്ടാദ്വൈത സിദ്ധാന്തത്തിൽ വെവ്വേറെയെങ്കിലും രണ്ടും തമ്മിൽ ഒരുമിച്ചുള്ള ഏകത്വം. അദ്ദേഹത്തിൻ്റെ ശരീരം ശ്രീരംഗം ക്ഷേത്രത്തിലെ താനിയൻ മണ്ഡപത്തിൽ ഇന്നും സമാധിയായി അന്നിരുന്ന അതേ സ്ഥിതിയിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഏകദേശം 1000 വർഷത്തിലേറെയായി ശരീരത്തിൽ യാതൊരു പുഴുക്കലോ അഴുകലോ ഇല്ല. മുടി, മുഖവടിവ്, കൈകാലുകൾ എല്ലാം വ്യക്തമായി കാണാം. പ്രതിദിനം ചന്ദനം, കർപ്പൂരം, കുങ്കുമം, എണ്ണ തുടങ്ങിയവ പൂശി പൂജ നടത്തുന്നു. ഇത് യോഗസിദ്ധി കൊണ്ട് വന്നുചേർന്ന അവസ്ഥയെന്നാണ് ഭക്തർ വിശ്വസിക്കുന്നത്. സാക്ഷാൽ ദൈവിക സാന്നിധ്യം. പ്രത്യേക ഔഷധ തൈലങ്ങളും ചന്ദനലേപവും സ്ഥിരമായ അന്തരീക്ഷ താപനിലയും പിന്നെ ഇരിപ്പ് സമാധിയും ഇതൊക്കെയാണ് ഈ അവസ്ഥയുടെ കാരണങ്ങളായുള്ള ശാസ്ത്രീയ വിശദീകരണം. 1000 വർഷം ശരീരം ഇങ്ങനെ നിലനിൽക്കുന്നത് ശാസ്ത്രത്തിനും ചോദ്യം തന്നെയാണ്. എന്നാൽ ഭക്തർക്കിത് അത്ഭുതമല്ല, ഒരു ജീവിക്കുന്ന ആചാര്യൻ തന്നെയാണ്. വിശ്വാസമോ ശാസ്ത്രമോ എന്തായാലും ശ്രീരംഗത്തെ ഈ ദൃശ്യമാണ് ഇന്ത്യയുടെ, ഭാരതത്തിൻ്റെ ആത്മീയ പൈതൃകത്തിൻ്റെ അഭിമാനം. നന്ദി.